ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗ്രാൻഡ് ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങളിൽ നിന്നും ഒരാൾ ഫൈനൽ 5-ൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം സാധിക്കാനാവാതെ ആഗ്രഹം സാധിക്കാനാവാതെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും. എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞാ തോന്നുന്നവരാല് യാതൊരു പണിയെടുക്കാൻ പാകത്തല്ലേ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലനക്കാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി എന്നെ ഫേർപ്പിക്കലേ മുതലാളി. ആരുടെ ഫോട്ടോയാണോ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. കിട്ടിക്കഴിഞ്ഞാൽ തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഈ ഒരു വാർത്ത പ്രേക്ഷകരെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ടോപ്പ് 5-ൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് നൂറ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അങ്ങോട്ട് കൂടി. നൂറ ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദിലയ്ക്ക് തൊട്ടു പിറകെയാണ് നൂറയും പുറത്തായിരിക്കുന്നത്. അതുമാത്രമല്ല നൂറ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ ആദിലയുടെയും നൂറയുടെയും വോട്ട് സ്പ്ലിറ്റ് ആക്കാതെ നൂറയ്ക്ക് മാത്രം ലഭിക്കും. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളായിരുന്നു ആദിലയും നൂറയും പ്ലാൻ ചെയ്തത്. എന്നാൽ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് നൂറയുടെ എവിക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 98-ാം ദിവസത്തിലെ നൂറയുടേത്. മിഡ് വീക്ക് എവിക്ഷനിലൂടെയാണ് നൂറയും ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. ഉറപ്പായും ടോപ്പ് 5-ൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകരും അതുപോലെ ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളും കരുതിയിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു നൂറ. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത്. നൂറയുടെയും ആദിലയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തങ്ങളിൽ ഒരാളെങ്കിലും ടോപ്പ് 5-ൽ എത്തുമെന്നത്. ആദില പുറത്തായപ്പോൾ ഇരുവർക്കും വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 97 ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായത് വലിയൊരു കാര്യം തന്നെയാണ്. വെറും 3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കണ്ടുമുട്ടാമല്ലോ എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതുപോലെ ഇരുവരും ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിലുള്ളപ്പോൾ തങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകുമെന്നുള്ള ഒരു വിഷമവും അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആദില പുറത്തു പോയത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഭാഗ്യം എന്നാണ് ഇരുവരും കരുതിയിരുന്നത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് നൂറയുടെ എവിക്ഷൻ നടന്നത്. നൂറ ടോപ്പ് 5-ൽ എത്തുമെന്നും തങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ആകാതെ നൂറയ്ക്ക് തന്നെ ലഭിക്കും. നൂറ ഒരു ടോപ്പ് 3-ലെങ്കിലും എത്തുമെന്ന് കരുതിയിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. അത് ബിഗ് ബോസ് വീട്ടിലെ